ബിസിനസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇൻസ്റ്റാഗ്രാം ഒന്നുമല്ല, നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ച് ഉണ്ടോ, ഉണ്ട് 10 മിനിറ്റ് അതൊന്ന് തരാം, സ്പോട്ടിൽ വന്നിട്ട് സാധനം എടുത്തിട്ട് പോകും. ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഗൂഗിൾ മൈ ബിസിനസ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. നാട്ടിലുള്ള കുറച്ച് എൻ്റെ കൂട്ടുകാർ, എൻ്റെ സർക്കിളിലുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്ത് എന്ത് ചെയ്തു, അവർക്ക് ഗൂഗിൾ മൈ ബിസിനസ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ഞാൻ അന്ന് ട്യൂഷൻ സെൻറ്റർ നടത്തുന്നുണ്ടായിരുന്നു. അത് ആക്ച്വലി പറയാൻ പറ്റുമോ, എനിക്ക് ട്യൂഷൻ സ്വന്തമായിട്ട് എന്തെങ്കിലും പൈസ, ഞാൻ ബിടെക് പഠിക്കുന്ന സമയത്ത് ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു. ബിടെക് കഴിഞ്ഞ് എംടെക്കിന് കയറിയപ്പോൾ കുറച്ചുകൂടെ അഗ്രസീവായിട്ട് എടുത്തു തുടങ്ങി. ക്രാഷ് കോഴ്സ് 3 ദിവസം കൊണ്ട് ഒരു സബ്ജക്റ്റ് പഠിപ്പിച്ചിരിക്കും, ഒരാളെ 10,000-2,500 രൂപ മേടിക്കും. അന്ന് കൊറോണ സമയത്ത് സ്കൂളിലല്ലോ, വീടിനടുത്തുള്ള കുറച്ച് പിള്ളേരുണ്ട്, ഒരു 10-12 പിള്ളേരുണ്ട്. വരുമാനം ആയിക്കോട്ടെ, പ്രത്യേകിച്ച് നമുക്ക് ചിലവൊന്നുമില്ലല്ലോ, അറിയാവുന്ന കാര്യം പറഞ്ഞു കൊടുക്കുന്നില്ല. ഒരു ദിവസം ഒരു മണി 1.5 മണിക്കൂറത്തെ കാര്യമേ ഉള്ളൂ. ട്യൂഷൻ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു, അത്യാവശ്യം പൈസ കിട്ടുന്നത്. ഞാൻ അന്ന് ആക്ച്വലി പഠിച്ചു തുടങ്ങിയത് എൻ്റെ ട്യൂഷൻ സെൻറ്ററിൽ ഒരു ഗൂഗിൾ മൈ ബിസിനസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടു. ബേസിക് ട്യൂഷൻ സെൻറ്റർ, എൻ്റെ വീടിൻ്റെ ലൊക്കേഷനൊക്കെ ഇട്ടിട്ട് ബേസിക് ട്യൂഷൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും എനിക്ക് കോൾ വരും, ട്യൂഷൻ എടുക്കുമെന്ന് പറഞ്ഞിട്ട്. അത് എൻ്റെ കുറച്ച് ഫ്രണ്ട്സിന് ഞാൻ ചെയ്ത് കൊടുത്തു, ചെറിയ ചെറിയ പേയ്മെൻറ്റിൽ, ഒരു 1,000-2,000 രൂപയൊക്കെ. ഇമ്പോർട്ടൻറ്റ് ഈസ് ഗൂഗിൾ മൈ ബിസിനസ്, സോ ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറഞ്ഞില്ലേ, 2 വർഷം മുന്നേ ഞാൻ ചുമ്മാ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എനിക്ക് കോൾ വരുന്നുണ്ട്. ഗൂഗിൾ മൈ ബിസിനസിൻ്റെ പ്ലസ് ഞാൻ പറയാൻ തോന്നുള്ളത്, ലൊക്കേഷൻ ബേസ്ഡ്. ഇപ്പം നിങ്ങളൊരു പുതിയ സിറ്റിയിലെത്തി, നിങ്ങൾക്കൊരു സർവീസ് വേണം, മുടിവെട്ടോ പെറ്റ് ഷോപ്പോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോയി തപ്പാൻ പോകുന്നില്ല, ഫേസ്ബുക്കിൽ പോയി തപ്പാൻ പോകുന്നില്ല, നിങ്ങൾ നോക്കാൻ പോകുന്നത് എവിടെ? ഗൂഗിളിലാണ്. സലൂൺ നിയർ മീ, സ്റ്റുഡിയോ നിയർ മീ, ഗുഡ് ഹോട്ടൽസ് നിയർ മീ. ഇതൊക്കെ ആക്ച്വലി റേറ്റിംഗ് വരുന്നത് ലൊക്കേഷൻ ബേസ്ഡിലാണ് റേറ്റിംഗ് വരുന്നത്. അത് ഗൂഗിൾ ലിസ്റ്റിങ്ങിൽ കൂടെ ആയിരിക്കും അത് വരുന്നത്. ആ ഗൂഗിളിൽ ലിസ്റ്റിംഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ മൈ ബിസിനസ് ഒരു അക്കൗണ്ട് വേണം, അല്ലെങ്കിൽ ഗൂഗിൾ ലിസ്റ്റിംഗ് വേണം. ജസ്റ്റ് ഡയലൊക്കെ നിങ്ങളിപ്പോൾ ഒരു സലൂണിൽ പോവാം, നിങ്ങൾ ജസ്റ്റ് ഡയൽ കയറി ക്ലിക്ക് ചെയ്തിട്ട് വിളിക്കാൻ പോവാന്ന് അല്ല, മാപ്പിൽ സെർച്ച് ചെയ്യും, അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യും, വരുന്ന ലിസ്റ്റിനകത്ത് നിന്ന് ഏറ്റവും നല്ലത് ഏതാണോ അത് സെലക്ട് ചെയ്യും. അതിന് വേണമെങ്കിൽ എന്താ നിങ്ങൾക്ക് വേണ്ടേ? നിങ്ങൾക്ക് നല്ല റിവ്യൂസ് വേണം. റിവ്യൂ വേണമെങ്കിൽ, നല്ല റിവ്യൂസിന് റേറ്റിംഗ് വരണമെങ്കിൽ എന്താ വേണ്ടേ? ഗുഡ് ബാഡ് ഒന്നും കിട്ടാൻ പറ്റില്ല. ഒരുപാട് ആൾക്കാർ മിസ് ഔട്ട് ചെയ്യുന്ന ഒരു സാധനം ഗൂഗിൾ റിവ്യൂ. ആക്ച്വലി ഇത് ഏറ്റവും ഞാൻ അന്ന് ചെയ്തിട്ടുണ്ട്, അന്ന് കുറേ പേർക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. കൺസൾട്ടേഷൻ നമ്മൾ പറയാറുണ്ട്. ഒരാളുടെ നിങ്ങൾ ഗൂഗിൾ റിവ്യൂ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഗുഡ് ബാഡ് അങ്ങനെയൊന്നും അല്ല എടുക്കണ്ടേ. സലൂൺസ് നിയർ മീ എന്ന് ഒരാൾ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സെർച്ച് ചെയ്യുന്ന കീവേഡ് എന്താണോ അത് റിവ്യൂവിൽ വരണം. അപ്പോൾ കസ്റ്റമേഴ്സ് കൊടുക്കേണ്ട റിവ്യൂ കീവേഡ് ബേസ്ഡ് ആയിട്ടുള്ള റിവ്യൂ ആയിരിക്കണം. അങ്ങനെ റിവ്യൂ കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്താ, ഇപ്പം ഞാനിപ്പോൾ റിവ്യൂ എടുക്കുക, വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റുഡിയോ ഇൻ, ഈ സ്റ്റുഡിയോയെ പറ്റി നമ്മൾ പറയാം, വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റുഡിയോ ഇൻ കാക്കനാട് അല്ലെ കൊച്ചിൻ, ചോദിച്ചു മേടിച്ചോണം കേട്ടോ. അല്ല, അങ്ങനെ കൊടുക്കുവാണെങ്കിൽ പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ ഒരാൾ ബെസ്റ്റ് സ്റ്റുഡിയോ ഇൻ കൊച്ചിൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 റിവ്യൂ ഉണ്ടെന്ന് വിചാരിച്ചു ഇവിടെ വന്നിട്ടുള്ളത്. അതിനെ ബേസ് ചെയ്തിട്ട് ഇവരെന്ത് ചെയ്യും, റാങ്ക് ചെയ്യും. ടോപ്പിൽ വരുന്നത് ഇതേ വരത്തുള്ളൂ. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസ്, ഞാനിപ്പോൾ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യും, അത് പണ്ടത്തെ, ഇപ്പോൾ അത് വർക്കാവുമെന്ന് എനിക്കറിയില്ല, ഞാനൊക്കെ പണ്ട് ചെയ്തിട്ടുള്ളതാണ്. ഞാനൊരു ഫോട്ടോ ഗൂഗിൾ റിവ്യൂവിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ നോർമലി ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഇമേജ് 51 അല്ലേ, ഗൂഗിൾ റിവ്യൂ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റാങ്കിങ് കൂടുതൽ വേണമെങ്കിൽ ഒപ്റ്റിമൈസ് ചെയ്ത ഫോട്ടോ അപ്ലോഡ് ചെയ്യും. ആ നെയിം മാറ്റിയിട്ട് പെറ്റ് ഷോപ്പ് അടൂർ എന്ന് പറഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പം ഓട്ടോമാറ്റിക്കലി ആ ഡേറ്റയും കൂടെ അവിടെ അനലൈസ് ആവും. അന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആക്ച്വലി ഞങ്ങളുടെ അമ്മയുടെ അനിയത്തിയുടെ വീടുണ്ട്, കുഞ്ഞമ്മയുടെ വീട്, പുള്ളിക്കാരത്തിൻ്റെ വീട്ടിൽ കുറേ ചെടിയൊക്കെ ഉണ്ട്. നമ്മളന്നേ ഒരു ടോപ്പിക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മുടെ മെയിൻ ജോലി. ഇങ്ങനെ നിന്നാൽ പറ്റത്തില്ല, നിങ്ങൾ ഒരു ഷോപ്പൊക്കെ തുടങ്ങി ഇത്രയും ചെടിയൊക്കെ വിൽക്കുക. ഞാൻ ഒരു സ്റ്റോർ സെറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഹോം ഗാർഡൻ പ്ലാൻ നഴ്സറി എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ലിസ്റ്റിംഗ് ഉണ്ട്. എൻ്റെ അനിയൻ്റെ നമ്പറാണ് കൊടുത്തത്, ഞാൻ കസിനുണ്ട്, അവൻ്റെ നമ്പർ ഞാൻ കൊടുത്തത്. അല്ല, ഇത് ഹോം ഗാർഡൻ, ഇത് പേരിലും ഉണ്ട് കേട്ടോ കീവേഡിങ്, ഹോം ഗാർഡൻ പ്ലാൻ നഴ്സറി ബേസിക് ട്യൂഷൻ സെൻറ്റർ. ഇതെന്തിനാണ് കൊടുക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ പേരിനകത്തൊരു കീവേഡ് ഇട്ടുള്ളത് നല്ലതാണ്, ടിപ്സാണ് എല്ലാവരും നോട്ട്. അല്ല, ഇത് മറ്റേതിൻ്റെ പ്രയോജനം, ഇപ്പോഴും ഒരാഴ്ച കൂടി ഇരിക്കുമ്പം റോസാത്തണ്ടുണ്ടോ വാടാമല്ലിത്തണ്ടുണ്ടോ എന്ന് പറഞ്ഞ് ഇപ്പോഴും കോള് വരും. അപ്പം ബിസിനസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇൻസ്റ്റാഗ്രാം ഒന്നുമല്ല, പ്രത്യേകിച്ച് ലോക്കൽ ബിസിനസ്, ഗൂഗിൾ മൈ ബിസിനസ് ഒരു അക്കൗണ്ട് എടുക്കുക, ആ അക്കൗണ്ട് ഒപ്റ്റിമൈസ് ചെയ്തിടാൻ നോക്കുക. അറ്റ്ലീസ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്തില്ലെങ്കിലും വരുന്ന ആൾക്കാരെയും കൊണ്ട് ചുമ്മാ റിവ്യൂ ഇടിപ്പിക്കുക. കൂട്ടുകാരെയും വരുന്നവരെയും പോകുന്നവരെയും കൊണ്ടൊക്കെ ഒരു 5 സ്റ്റാർ റിവ്യൂ ഇട്ട് 2 കീവേഡും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴും നോക്കി കഴിഞ്ഞാൽ അറിയാം. ബെസ്റ്റ് ട്യൂഷൻ സെൻറ്ററിൻ്റെ അടൂരിൽ നിന്ന് ചുമ്മാ സെർച്ച് ചെയ്ത് നോക്ക്, ഒന്നാമത് രണ്ടാമത് ഇപ്പോഴും എൻ്റെ വീടായിരിക്കും കിടക്കുന്നത്.
ദാറ്റ്സ് എ പ്ലസ് പോയിന്റ്. അതുപോലെ ഹോം ഗാർഡൻ പ്ലാൻ നഴ്സറി എന്ന് ചുമ്മാ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമതോ മൂന്നാമതോ ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റിംഗ് ആയിരിക്കും വരുന്നത്. ഇപ്പോഴും കോൾ വരുന്നുണ്ട്, അത് മിസ് ചെയ്യുന്നുണ്ട്. ഫ്രീ ട്രാഫിക് ആണ്, ഫ്രീ ആയിട്ട് ലീഡ് വരുന്നത്. ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ലീഡാ, കോള് വരണം, ബിസിനസ് നടക്കണം. ഇത് പ്ലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പം നിങ്ങൾ ഫേസ്ബുക്കിൽ ആഡ് റൺ ചെയ്യുന്ന ആളാണല്ലോ. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് എൻക്വയറി ആയിട്ട് തിരിച്ച് അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ആരാ എന്തുവാ എനിക്കിപ്പോൾ സമയമില്ല വെച്ചിട്ട് പോവാ. ഇതങ്ങനല്ല, പ്യുവർലി ഹോട്ട് ലീഡാണ്. നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ച് ഉണ്ടോ, ഉണ്ട്, 10 മിനിറ്റ് ഒന്ന് തരാം, സ്പോട്ടിൽ വന്നിട്ട് സാധനം എടുത്തിട്ട് പോകും. ലൈക്ക് ദാറ്റ്സ് എ ഡിഫറൻസ്. അത് ചെയ്യണം.